ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ മാളൂസ് ഫാമിലി വ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയാണ്. പുതിയതല്ല, അത്ര പുതിയതൊന്നുമല്ല. നമ്മുടെ ചക്കക്കൂനും ചക്കക്കുരുവും കൂടി ചേർന്നൊരു നല്ല വറുത്തരച്ച് തീയൽ, അമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള കറിയാണ്. അപ്പം നമുക്കതൊന്ന് ഇന്ന് വീഡിയോ ഇടാമെന്ന് കരുതി. നമ്മൾ ആദ്യം അതിലേക്ക് ചക്കക്കുരും വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനിച്ചട്ടി വെക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ആ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കടുകിട്ട് കൊടുക്കാം. ആ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മളുടെ തേങ്ങാക്കൊത്ത് മിക്ക കറികളിലും ഇടുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്കിതിലെത്തി തേങ്ങാക്കൊത്തിടാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് തേങ്ങക്കൊത്തിട്ട് കൊടുക്കാം. തേങ്ങക്കൊത്ത് നല്ലൊരു ബ്രൗൺ കളറാവുമ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി നല്ലൊരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കതിലേക്ക് നമ്മളുടെ ചെറിയ ഉള്ളി, നല്ല ബ്രൗൺ കളറാണ് കേട്ടോ. തേങ്ങ ബ്രൗൺ കളറാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആ തേങ്ങക്കൊത്ത് ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കതിലേക്ക് നമ്മളുടെ ഒരു 5-10 ചെറിയ ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. ആ ചെറിയ ഉള്ളി ഇനി നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. നമുക്കതിലേക്ക് കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയാണ്. ഈ തീയലിന് വേണ്ടി വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയാണ്. അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ബീഫ് മസാലയിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെയും അതുപോലെ തന്നെ തേങ്ങയും നല്ല ബ്രൗൺ കളറാക്കിയും നന്നായിട്ട് നമ്മളത് മൂപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കൊച്ചുള്ളിയും അതിലേക്ക് ചുമന്ന വറ്റൽമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വറ്റൽമുളകും നമ്മുടെ കൊച്ചുള്ളിയും തേങ്ങക്കൊത്തരോട് നല്ലോണം വഴണ്ട് ബ്രൗൺ കളറാകുമ്പോൾ നമുക്കതിലേക്ക് നന്നായിട്ട് വറ്റണം കേട്ടോ. നന്നായിട്ട് ആ ചെറിയ ഉള്ളി വഴറ്റിയെടുക്കണം. ആ വഴറ്റിയെടുത്ത ചെറിയ ഉള്ളിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് നമ്മുടെ ചെറിയ ഉള്ളി അരിഞ്ഞ് വഴറ്റ് കേട്ടോ. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. നമുക്ക് ബീഫ് കറിയൊക്കെ കൂട്ടുന്നതാണെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റും. ഹെൽത്തി ഫുഡാണ്. അപ്പോൾ എല്ലാവരും ഒരു നേരം നമുക്ക് ചോറിൻ്റെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മുടെ ഈ കൊച്ചുള്ളിയും ഇതെല്ലാം കൂടി വഴണ്ട് വരുന്ന ഈ തേങ്ങക്കൊത്തും കൊച്ചുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും എല്ലാം കൂടി കടുക് വറുത്ത് നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കക്കുരുവിലേക്കും ഇട്ട് കൊടുക്കാമേ. നമ്മുടെ ആ വറുത്ത് വെച്ചിരുന്ന തേങ്ങ അരച്ചിരുന്നു. ആ തേങ്ങയുടെ അരപ്പും എല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് ആവശ്യമുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി വെക്കാം. വെള്ളം നമുക്ക് അത് വേവത്തക്ക രീതിയിൽ വെള്ളം വെക്കുക. വെള്ളം ഇച്ചിരി ഒരു സ്വല്പം ഏറെ വെച്ചാൽ കുറുകി വരുമ്പോൾ ഒരു ഇച്ചിരി ചാറോടെ നമുക്ക് കൂട്ടാം കേട്ടോ. അപ്പം നല്ല രീതിയിൽ നമുക്കതൊന്ന് ഇളക്കി വയ്ക്കാം. എല്ലാവരും ഇത് ചെയ്ത് നോക്കാം. നമ്മുടെ പണ്ടൊക്കെ ഒരു സ്ഥിരം കറിയായിരുന്നത്. ഇപ്പോൾ വല്ലപ്പോഴും ചക്ക കിട്ടുക. അപ്പം മാത്രമാണ് നമ്മളിപ്പോൾ ഈ ചക്കക്കുഞ്ഞൊക്കെ കളയാതെ എടുത്ത് വെച്ച് കറി വെക്കുന്നത് കേട്ടോ. പണ്ടൊക്കെ ഇത് സ്ഥിരം എല്ലാവരും വെക്കുന്ന ഒരു കൂട്ടാനായിരുന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ അരപ്പെല്ലാം റെഡിയാക്കി കലക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ഇട്ടിട്ടില്ല. ഇനിയാണ് അതിടാൻ പോകുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ ഉപ്പാണ് കേട്ടോ. ഉപ്പിട്ടാലേ ഈ കറിയുടെ ടേസ്റ്റ് അങ്ങോട്ട് കിട്ടുകയുള്ളൂ. എല്ലാ കറികൾക്കും അത് തന്നെയാണല്ലേ, ഉപ്പാണ് മെയിൻ. കൂടിപ്പോയാലും പ്രശ്നമാണ്, കുറഞ്ഞു പോയാലും പ്രശ്നമാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. കാരണം നമുക്ക് കറി തിളയ്ക്കുമ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല മണവും വരുന്നുണ്ട്. ഈ സമയത്ത് കുറച്ച് ആ കറി ചാറ് വറ്റി കുറുകി വന്നിട്ടുണ്ട് കണ്ട. അപ്പം വെള്ളം നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ആ കറിയിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കതിൻ്റെ ആ ഒരു വറ്റി വരുമ്പോൾ വലിയത്തിലുള്ള ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കറി തന്നെ തിളച്ച് വറ്റി വന്നിട്ട് നല്ല സൂപ്പർ കറിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.